ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതാണ് കേട്ടോ സാക്ഷാൽ പാരിജാതം. പാരിജാതം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരുപാട് ചെടികളെ നമ്മൾ പാരിജാതം എന്ന് വിളിക്കാറുണ്ട്. ഇവിടെ ഈ ചെടിയെ തത്തമ്മ ചെടി എന്നാണ് കേട്ടോ പറയാറ്. അവിടെ എന്താണ് പറയാറെന്ന് അറിയില്ല. അതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ നീളത്തിൽ പോയിട്ടുണ്ട്. കാണുമ്പോൾ നമ്മുടെ 10 മണിയായിട്ട് തോന്നുമെങ്കിലും ഇത് 10 മണിയല്ല കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല മഴയായത് കൊണ്ട് ഒരു എക്സ്ട്രാ കെയർ നമ്മൾ എല്ലാ ചെടികൾക്കും കൊടുത്തേ പറ്റുള്ളൂ. ചെടിയിലുള്ള എല്ലാ കരിഞ്ഞ ഇലകളും, ചെടിയിൽ കരിയാൻ പോകുന്ന ഇലകളും, പിന്നെ അവിടെ കിടക്കുന്ന ഇലകളെല്ലാം പറക്കി കളഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഗ്ലോണിമയിൽ വിരിയുന്ന ഇതുപോലെയുള്ള പൂക്കൾ വെട്ടിക്കൊടുത്തില്ലെങ്കിൽ ചെടി അങ്ങ് നീളത്തിൽ പോകും. നമ്മുടെ പീസ് ലില്ലി നല്ല ബുഷായിട്ട് നിപ്പുണ്ട്. അതിനും ചെറിയ മേക്ക് ഓവർ ഒക്കെ വേണ്ടി വന്നു. മഴ എത്ര കൊണ്ടാലും നശിച്ചു പോകാത്തൊരു ചെടി ആയതുകൊണ്ട് എനിക്ക് അധികം ടെൻഷൻ ഒന്നും ഇല്ല. ഇന്ന് നമ്മൾ മുളപ്പിച്ച ബട്ടർഫ്ലൈ പ്ലാന്റ് ആണിത്. ഇത് ബട്ടർഫ്ലൈ ആണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും ആള് കുറച്ച് വലുതായിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് വലിയ ഹാർഡ് പ്രൂണിംഗ് ഒന്നും വേണ്ട. ചെറിയ ചെറിയ ഇതുപോലുള്ള പ്രൂണിംഗ് ഈ സമയത്ത് തൂക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. കാരണം കരിയിലെല്ലാം നനഞ്ഞിടക്കുകയാണല്ലോ. മഴക്കാലത്ത് തൂക്കാനായിട്ട് കാഞ്ഞിലിയാണ് ബെസ്റ്റ്. നിങ്ങളുടെ അവിടെ എന്താ ഇതിന് പറയുന്നത്? ഇവിടെ കാഞ്ഞിലി, തെങ്ങിൻ കൈ എന്നൊക്കെ പറയാറുണ്ട്. ഗാർഡൻ ക്ലീനിങ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. അത് മറക്കില്ലല്ലോ അല്ലേ?